ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ, അതായത് നമ്മുടെ കല്യാണത്തിന്റെ ഒരു വീഡിയോ നമുക്ക് എന്താണ് 2.6 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 41K ലൈക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 177 കമന്റ്സും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കമന്റ്സ് ഒക്കെ എനിക്ക് ഒന്ന് എന്താ പറയുക, ആ കമന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു നമ്മളൊരു ട്രാൻസ്ഫർമേഷൻ വീഡിയോ ആയിട്ട് എടുത്തതാണ്. കാരണം അതിൻ്റെ ഐഡിയ ഫുള്ള് എൻ്റെ ബ്രദറിൻ്റെയാണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് 3 ദിവസത്തെ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഹൽദി ഡേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ എടുക്കും, അതുപോലെ തന്നെ അടുത്ത മൈലാഞ്ചിക്കും എടുക്കും, പിന്നെ കല്യാണത്തിന് എടുത്തിട്ട് ഞാൻ അളിയൻ്റെ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കേടാ. അപ്പോൾ നമ്മൾ പല ഫോണിൽ ഇങ്ങനെ എടുത്തോണ്ട് ലാസ്റ്റ് അത് 6 ഫോണിലായിപ്പോയി. ലാസ്റ്റത്തെ ആ ഒരു വീഡിയോ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും അത് പോസ്റ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 400 സബ്സ്ക്രൈബിൽ കിടന്ന എൻ്റെ ചാനൽ 3000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി. അതുപോലെ തന്നെ വ്യൂസ് കയറാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചാനൽ ആ ഒരു വീഡിയോ കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനലിൽ ഇപ്പോൾ വ്യൂസും റീച്ചും ഒക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാല് ആ ഒരു വീഡിയോ എന്താ പറയാ, അപ്പം ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വീഡിയോ. അപ്പൊ ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോ എന്താ പറയാ, നിങ്ങളൊക്കെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ എനിക്ക് പ്രേയറും, അതുപോലെ തന്നെ കുറെ അമ്മമാര്, കുറെ ആൾക്കാര് എന്താ കുറേ കമന്റ്സ് കിട്ടി. സോ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ കമന്റ് ഒക്കെ കണ്ടപ്പോൾ, ശരിക്കും പറഞ്ഞാൽ. പിന്നെ 2 പേരും നമ്മുടെ ആ വീഡിയോ എടുത്ത് അവരുടെ ചാനലിൽ റീമിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ അത്ര എത്തുമ്പോഴത്തെ സന്തോഷവും, അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് അത്ര ഫീൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അതിൽ ഓരോരുത്തർ കമന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് വീണ്ടും നമ്മളത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ ആ വീഡിയോ. അപ്പൊ എൻ്റെ ബ്രദർ ആണെങ്കിൽ ഇതുവരെ അവൻ കരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ കല്യാണത്തിന് ഞാൻ പോയപ്പോൾ അവൻ കരഞ്ഞു കേട്ടോ. അപ്പൊ അതൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, നമുക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കമന്റ്സ്, എല്ലാ കമന്റ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ച് എന്താ പറയാ, കുറച്ച് കമന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കാം കേട്ടോ. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു എന്താണ് JKGRN 2670 എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന്, കൂടപ്പിറപ്പ് ഉണ്ടാകുക എന്നുള്ളത് ഭാഗ്യമാണ്. ഇത്രയും സ്നേഹമുള്ള കൂടപ്പിറപ്പിനെ കിട്ടിയ നിങ്ങൾ രണ്ടാളും യു ആർ വെരി ലക്കി പേഴ്സൺ ഇൻ ദ വേൾഡ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് ബ്രോ സിസ് ഇല്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരാള് ഈ ഫസ്റ്റ് കമന്റ്, അപ്പൊ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആള് പറഞ്ഞു, ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ആള് പറഞ്ഞു കേട്ടോ. ഞാൻ വലിയ യൂട്യൂബർ ഒന്നും അല്ല, എൻ്റെയും ഒക്കെ ആരെങ്കിലും ഒക്കെ പിൻ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ആ കമന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് പിൻ ചെയ്ത് വെച്ചത്. അതുപോലെ താഴോട്ടുള്ള കമന്റ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരെണ്ണല്ലേ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ മഞ്ജുലാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബ്രദറിനെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന് പറഞ്ഞ് വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമായി, അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞു വേറൊരാള്. പിന്നെ ഭാഗ്യം ചെയ്ത സഹോദരി, ഹാപ്പി മാരീഡ് ലൈഫ്, താങ്ക് യു. അതാരാണ്? സുഷവ്. പിന്നെ മോന്റെ കല്യാണം കഴിഞ്ഞു, ഇതുപോലെ സ്നേഹം ഉണ്ടായിരിക്കണേന്ന് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി, എനിക്കുമുണ്ടൊരു ചേട്ടൻ, എൻ്റെ ഇരട്ടി പൊക്കമുണ്ട്, അതുകൊണ്ട് അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് കൂടി പൊക്കം കുറഞ്ഞ പോലെ തോന്നും. അതുകൊണ്ട് എവിടെയും പോയാൽ അവൻ്റെ അടുത്ത് ഞാൻ നിൽക്കില്ല, എന്നാലും ഇതുപോലെ വന്ന് എടുത്തു പൊക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജു ഹരി എന്ന് പറഞ്ഞ ആള് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നില്ല അറിയില്ല, ഒരുപാട് ഇഷ്ടമായി. ബിന്ദു അശോകം, പിന്നെ സോ ക്യൂട്ട്, അതിമനോഹരം എന്ന് പറഞ്ഞ സജിനി സി, ചിരിച്ചാണ് നിൽക്കുന്നതെങ്കിലും പക്ഷെ അവന്റെ നെഞ്ച് പൊട്ടുന്നുണ്ട്, പലരും ആ ഫീലിങ്സ് കൂടി കടന്നു പോയവരായിരിക്കും എന്ന് പറഞ്ഞ അജിത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് കമന്റ് ചെയ്തിട്ടുണ്ട്.
അന്നും എന്നും ഈ സ്നേഹം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ സൈനബ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള്, പിന്നെ എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞ വത്സലകുമാരി എന്ന് പറഞ്ഞ ആളിട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും എന്നെ എല്ലാവരും കളിയാക്കി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഉണ്ടായിരുന്നേ. അതാണ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് 5472 എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് ഈ കുട്ടിയുടെ വയ്യാഴിക അറിഞ്ഞ് അതിനെ സ്വീകരിക്കാൻ ആ ചേട്ടൻ തയ്യാറായല്ലോ, എന്നും നന്മകൾ ഉണ്ടാകട്ടെ. ആക്ച്വലി എനിക്ക് വയ്യാഴികയൊന്നും ഇല്ല കേട്ടോ. ഈ കമന്റ് എനിക്ക് ഭയങ്കര, ഞാൻ അയ്യോ അങ്ങനെ ചിന്തിച്ചു. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ആളിങ്ങനെ എടുത്ത് പെട്ടെന്ന് കൊടുത്ത, എൻ്റെ ബ്രദർ ഇങ്ങനെ എടുത്തു കൊടുത്തതാണ് കേട്ടോ അവന്റെ കയ്യില്. പിന്നെ സൂപ്പർ, എനിക്കും ഉണ്ടൊരു സഹോദരൻ. അങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് ഇങ്ങനെ സ്വീറ്റ് ബ്രദർ, ഇതിനും വേണം ഭാഗ്യം, ഒരു പെങ്ങളില്ലാത്ത ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ ഗോപിനാഥ്, അങ്ങനെ കുറെ ആൾക്കാര് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ആ പാമ്പിനെയും കൊല്ലാൻ പാടില്ല, ആ നായയെ അതിന്റെ മുന്നിൽ വിടാനും പാടില്ല, 2 മരണം നടക്കും, പാവമല്ലേ. എനിക്കത് മനസ്സിലായില്ല. നിങ്ങൾക്ക് അത് മനസ്സിലായെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ആ കമന്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. മിനി സതീഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് റിപ്ലൈ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ അനുഭവിക്കാൻ ഭാഗ്യം വേണം. ലക്കിയസ്റ്റ് സിസ്റ്റർ എന്ന് പറഞ്ഞ് പ്രത്യൂഷ് എന്ന് പറഞ്ഞ്, പിന്നെ വാവ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര്, ആങ്ങളമാരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാണ് കുറയുവാൻ ഇടവരുതെന്ന് പറഞ്ഞ് ദീപ്തി ശ്യാം ഇട്ടിട്ടുണ്ട്. പിന്നെ ആര്യ ഒഫീഷ്യൽ ഒരു ലവ് ഉണ്ട്. പിന്നെ മഹേശ്വര ശാലിനി എന്ന് പറഞ്ഞിട്ടൊരു ലവും ഒരു ചിരിക്കുന്ന ഒരു കമന്റും, പിന്നെ അങ്ങനെ കുറേ ഇതുണ്ടോ, കുറേ കമന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു വീഡിയോയ്ക്കാണ് ഇത്രയും വ്യൂ കിട്ടിയത്. കാരണം ഞങ്ങൾ കല്യാണത്തിന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ കണ്ണനും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല കല്യാണത്തിൻ്റെ അന്ന് ഡാൻസ് ചെയ്യണമെന്ന്. അപ്പം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ടൊരു ഡാൻസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിക്കാം. പക്ഷെ സൗണ്ട് ഇല്ലാതെ കൊടുക്കത്തുള്ളൂ, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ സൗണ്ട് ഇല്ലാതാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ, ഇപ്പം ഈ വീഡിയോയ്ക്ക് എന്താ പറയുക, കുറേ ലൈക്കും വ്യൂസൊക്കെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താണ്, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഇത്രയും കിട്ടുന്നു, അതുപോലെ തന്നെ ഇത്രയും ആൾക്കാർ ഏറ്റെടുക്കുന്നു. പിന്നെ നമ്മുടെ ഈ വീഡിയോ 2 ചാനലിൽ അവർ റീമിക്സ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇത് 2 അമ്മമാരോ ചേച്ചിമാരോ അങ്ങനെ 2 പേര് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എന്താ പറയാ, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇത്രയും എന്താ പറയാ, നമ്മളെ അറിയാത്ത കുറെ ആൾക്കാര് നമ്മളോട് സംസാരിക്കാൻ വരിക, അല്ലെങ്കിൽ നമുക്ക് കമന്റ് അയക്കുക, അല്ലെങ്കിൽ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് അത് കിട്ടിയപ്പോൾ നമ്മളെ കുറെ അറിയാൻ മേലാത്ത കുറെ ആൾക്കാർ നമുക്ക് വേണ്ടി ഇങ്ങനൊരു കമന്റ് ഇട്ടപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി. എന്താ പറയാ, എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എനിക്ക് വേണ്ടി കമന്റ് ഇട്ട അത്ര ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്കൊരു 2000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്കും ഒരുപാട് താങ്ക്സ് പറയണു. പിന്നെ പ്രത്യേകിച്ചും എൻ്റെ ബ്രദർ, ആളുടെ ഒരു ഐഡിയ ആണ് എടുത്തിങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അവനായിരുന്നു അങ്ങനെ ഫുൾ പ്ലാൻ ചെയ്ത്. ശരിക്കും അത്രയ്ക്കും ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ അവൻ കൊടുത്തതും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇത്രയും ആയതും. ഒരുപാട് സന്തോഷം. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം അടുത്ത എന്ത് കണ്ടന്റ് ആണ് വേണ്ടത്, നമ്മളെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമേ അത് ബേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എന്താ പറയുക, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ബൈ.